ചേരമാൻ പെരുമാളിന്റെ കത്തുമായിട്ട് കേരളത്തിലെത്തിയ മാലിക് ദീനാറും സംഘവും കേരളത്തിൽ 4-5ഓളം പള്ളികൾ നിർമ്മിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് മംഗലാപുരത്ത് അതിമനോഹരമായൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ആ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മാലിക് ദീനാറും സംഘവും വന്നിട്ട് ആദ്യം നിർമ്മിച്ച 10 പള്ളികളിലൊന്ന് മംഗലാപുരത്തുള്ള ഈ പള്ളി കൂടി ഉണ്ടായിരുന്നു. ഈ പള്ളിയിൽ ഒരു രാത്രി മഗ്‌രിബിന്റെ ശേഷം ഇശ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പള്ളിയിലേക്ക് എത്തിയത്. എൻ്റെ റബ്ബേ, എന്തൊരു സുന്ദരമാണ് ഈ പള്ളി എന്നറിയോ. അന്നത്തെ കാലത്ത് നിർമ്മിച്ച ഈ പള്ളി കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. അതിസുന്ദരമായി മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ പള്ളിയുടെ ഉൾഭാഗത്തേക്ക് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അതായത് പള്ളിയുടെ ഗർഭപ്പള്ളി എന്ന് പറയും, അകത്തെ പള്ളിയിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. കാരണം പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞിരുന്നു. ഞാനും ഒരു 3-4 ഫാമിലിയും ഒക്കെ അടങ്ങുന്നതാണ് ഈ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ ചെരുവിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത്. അതിസുന്ദരമായ മരങ്ങൾ, കൊത്തുപണികളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല മലേഷ്യൻ ഇതൊക്കെ അടിച്ചിട്ട് നല്ല ബ്ലാക്ക് കളറിലാണ് ഈ പള്ളി ഉള്ളത്. ഈ പള്ളി തുടക്കകാലത്ത് മരം കൊണ്ടുണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ മേഞ്ഞിരുന്നത് ഓല കൊണ്ടായിരുന്നു അത്രയും. പിന്നെ ടിപ്പു സുൽത്താനാണ് വലിയ തുക ചെലവാക്കിയിട്ട് ഈ പള്ളി ഈ രൂപത്തിലാക്കിയത്. ഇവിടെ പള്ളിയിലൊക്കെ ഹൗസിൻ്റെ ഒരു പഴയകാല രൂപമാണ്. നമ്മൾ കപ്പിലിങ്ങനെ കോലുകൊണ്ട് കപ്പുമ്പോൾ ഘടിപ്പിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ കാല് കഴുകാനുള്ളത്. വളരെ അപൂർവം പള്ളികളിൽ മാത്രമാണ് ഇന്നും ഈ രീതിയുള്ളത്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, കേരളത്തിലേക്ക് ചേരമാൻ പെരുമാളിൻ്റെ കത്തുമായിട്ട് വന്ന മാലിക് ദീനാറും സംഘവും കേരളത്തിൽ വന്നിട്ട് ചേരമാൻ പെരുമാൾ പള്ളി അടക്കം കൊടുങ്ങല്ലൂരൊക്കെ പള്ളി ഉണ്ടാക്കിയിരുന്നു. അതേപോലെ കാസർഗോഡ് പള്ളി ഉണ്ടാക്കിയത്. ഈ പള്ളിയുടെ അതേ മാതൃകയിലാണ് ഈ ആദ്യമുണ്ടാക്കിയ എല്ലാ പള്ളികളും ഒരേ സ്ട്രക്ചറിൽ തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അന്നത്തെ നിർമ്മാണ രീതി ഒരു ക്ഷേത്ര മാതൃകയിലായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ പള്ളിയും. അപ്പോൾ ഈ പള്ളിയുടെ കണ്ടില്ലേ, ഇതേ സ്ട്രക്ചർ തന്നെയാണ് മറ്റു പള്ളികൾക്കും ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു മംഗലാപുരത്തുള്ള ഈ ഒരു പള്ളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇവിടെ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത, മാലിക് ദീനാറും സംഘവും ഇവിടെ വന്നത് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി ഹിജ്റ 21 റജബ് മാസം 11 എന്നാണ് വിശ്വാസം. അപ്പോൾ മാലിക് ദീനാറിന്റെ സംഘത്തിൽ അന്ന് ഷറഫ് ബിൻ മാലിക്, അവരുടെ മക്കളായ മാലിക് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ 10 പുത്രന്മാരും 5 പെൺകുട്ടികളും, പിന്നെ മാലിക് ബിൻ ഹബീബിന്റെ ഭാര്യ ഖമരിയ, കുട്ടികൾ, അവരുടെ ബന്ധുക്കൾ ഏതാനും പേര് കൂടാതെ 22 മതപണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അതിൽ ഹബീബ്, തൊക്കിയുദ്ദീൻ, മൂസ, ഉമർ, മുഹമ്മദ്, അലി, അബ്ദുറഹ്മാൻ, ഹുസൈൻ, ഇബ്രാഹിം, ഹസൻ എന്നിവരായിരുന്നു മാലിക് ദീനാറിന്റെ പുത്രന്മാർ. ഫാത്തിമ, ആയിഷ, സൈനബ്, ത്വാഹിറ, ഹലീമ എന്നിവരായിരുന്നു പെൺമക്കൾ. അങ്ങനെ ഇവരാണ് കൊടുങ്ങല്ലൂർ രാജാവിന്റെ മുഖം കാണിച്ചിട്ട് അന്തരിച്ച പെരുമാളിന്റെ കത്ത് കൊടുത്തതും രാജാവ് ഈ യാത്രാ സംഘത്തെ ആദരവോടുകൂടി എതിരേറ്റതും. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇവർ പള്ളികളുണ്ടാക്കി. അപ്പോൾ കൊടുങ്ങല്ലൂർ തന്നെ ആദ്യത്തെ പള്ളി പണിയാൻ രാജാവ് തന്നെയാണ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. പള്ളിക്ക് ആവശ്യമേറിയ ഉറപ്പേറിയ കല്ലുകളും വിദഗ്ധരായ ആശാരിമാരെയും കൊട്ടാരം വകയായിട്ട് തന്നെ രാജാവൊക്കെ നൽകി. അപ്പോൾ ഇതേപോലെ ഈ ഒരു കാസർഗോഡും എന്ത് ചെയ്തു, അവിടുത്തെ ഭരണാധികാരികൾ ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിമനോഹരമായിട്ട് പള്ളി ഉണ്ടാക്കി. ഈ പള്ളി പിന്നീട് ടിപ്പു സുൽത്താന്റെ കാലത്താണ് വലിയ തുക ചെലവഴിച്ചിട്ട് അതിമനോഹരമാക്കിയത്. ടിപ്പു സുൽത്താനുമായിട്ട് ഏറെ ബന്ധപ്പെടുന്ന ഒരു പള്ളി കൂടിയാണിത്. ഈ ഒരു പള്ളിയോട് ചേർന്ന് തന്നെ 4 സൂഫി മാർഗങ്ങളിലും മുറബിയായ ഷെയ്ഖായ ഒരു സൂഫി ഗുരുവിന്റെ ഒരു മഖാമ് കൂടിയുണ്ട്. അപ്പൊ ഈ ഒരു പള്ളിയുടെ ഉൾഭാഗം കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായില്ല. ഒരു പക്ഷേ പകല് വന്നിരുന്നെങ്കിൽ അത് കഴിയുമായിരുന്നു. ഇതിന്റെ മച്ചിൻ പുറങ്ങളും ഒക്കെ അതിസുന്ദരമാണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൽ ഈ കൊത്തുപണികളിലൊക്കെ എഴുതിയൊരു സാധനമുണ്ട്. ഈ പള്ളി എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, പള്ളി എന്ന് പറഞ്ഞാൽ ആരാധനാലയം എന്നാണ് പാലി ഭാഷയിൽ അർത്ഥമുള്ളത്. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ലിപി കൊണ്ടുവന്നത് ബുദ്ധമതക്കാരാണ്. അപ്പോൾ ആ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ അന്ന് പള്ളിയുറക്കം, പള്ളിയൂട്ട്, ഇങ്ങനെ രാജാവിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട രാജകീയമായ ഒരു വേർഡാണ്. അപ്പോൾ ഹിന്ദുക്കളല്ലാത്ത മറ്റുള്ളവരുടെ ആരാധനാ കേന്ദ്രങ്ങൾക്ക് കേരളത്തിൽ പൊതുവെ പറഞ്ഞിരുന്ന ഒരു വേർഡാണ് പള്ളി. ക്രിസ്ത്യൻക്കും പള്ളി എന്നാ പറയാ, മുസ്ലിങ്ങൾക്കും പള്ളി എന്നാ പറയാ. അപ്പോൾ അങ്ങനെ ഒരു പള്ളിയിൽ ആ പള്ളിയുടെ ഒരു മനോഹാരിത കാലങ്ങൾ കഴിഞ്ഞിട്ടും കെടാതെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പള്ളിയിലൊക്കെ നമസ്കരിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഫീലിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ ഒരു കുളമുണ്ട്, അതിമനോഹരമായൊരു കുളം. ആ ഒരു കുളത്തിൽ അന്ന് ടിപ്പു സുൽത്താന്റെ ആയുധങ്ങൾ മൂർച്ച കൂട്ടിയിരുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു മുകൾ ഭാഗം സീലിംഗ് ഒക്കെ കണ്ടില്ലേ, കേരളത്തിലെ പഴയ കൊട്ടാരങ്ങളുടെ ഒരു മാതൃക ഇതിനുണ്ടെന്ന് കണ്ടാൽ തോന്നിപ്പോകും. കേരളത്തിലെ ആദ്യകാല പള്ളികളെ കുറിച്ച് കൃത്യമായ പഠനങ്ങളൊന്നും അങ്ങനെ നടക്കപ്പെട്ടില്ല. ഉള്ള പള്ളികൾ തന്നെയാണോ പുതുക്കി പണിതിട്ട് അതിന്റെ സ്ട്രക്ചറൊക്കെ നഷ്ടപ്പെട്ടു.
എന്തായാലും മംഗലാപുരം ടൗണിലുള്ള ഈ ഒരു പുരാതന കാലത്തുള്ള ചേരമാൻ പെരുമാളുടെ കാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട ഈ ഒരു പള്ളി അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റമില്ലാതെ ഇന്നും കാണുന്നു എന്നുള്ളതാണ് കൗതുകരം. അപ്പോൾ ആ കാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ, അതായത് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് മാലിക് ദീനാറും സംഘവും വന്നിട്ട് നിർമ്മിക്കപ്പെട്ട പുരാതന പള്ളികളിൽ ഏറ്റവും തലയെടുപ്പുള്ളതും ഏറ്റവും എന്താ പറയുക വലിയ സുന്ദരമായ മരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ പള്ളികളിലൊന്നും ഇതാണ്. ഇതേ സ്ട്രക്ചറിൽ തന്നെയാണ് കാസർഗോഡുള്ള പള്ളിയാണെങ്കിലും ആ പള്ളികൾ ഇത്ര അധികം കൊത്തുപണികളില്ല. ആ പള്ളിയുടെ മരത്തടികൾ അതേപോലെ തന്നെ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഓരോ ഭാഗത്തും വളരെ മനോഹരമായ കൊത്തുപണികൾ കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ നടന്ന അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ വന്നപ്പോൾ ഒരു സൂഫി ഗുരുവിൻ്റെ ഒരു മഖാമ് കണ്ടു. അപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഞാൻ ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന ഒരു സൂഫി ഗുരുവിൻ്റെ ഗുരുവാണ് ഇവിടെയുള്ള ഈ ഒരു മഖാമിലുള്ള സൂഫി ഗുരു എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ പോലും ആ ഒരു സൂഫി ഗുരുവിനെ കാണാനോ മറ്റോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന സൂഫി ഗുരുവിൻ്റെ ആത്മീയ ഗുരു കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന സൂഫി ഗുരു. അപ്പം അദ്ദേഹത്തിൻ്റെ മഖാമ് സന്ദർശിക്കാനുമുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പകൽ സമയത്ത് ഈ പള്ളി ഒന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ നമ്മൾ ചെന്ന സമയം ഒരു 8-9 മണിയുടെ സമയമാണ്. എന്നാലും ആ പള്ളിയുടെ പരമാവധി വീഡിയോസ് എടുക്കാനും ചിത്രീകരിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ പള്ളിക്കൊരു പൂമുഖവും അതോടൊപ്പം അങ്ങനെ ആലങ്കാരികമായ ഒരുപാട് കൊത്തുപണികളും ഒക്കെയുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ ഇത്തരത്തിൽ ഈ മംഗലാപുരത്തുള്ള ഈ ഒരു പള്ളിയിൽ പോയിട്ടുണ്ട്, ആ പള്ളിയുടെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യകാലത്ത് കേരളത്തിലെ പല പള്ളികളും പല ക്ഷേത്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, പള്ളിയാക്കി വിട്ടുകൊടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ പിടിച്ചടക്കി എന്നുള്ളതൊന്നും വെറുതെ പറഞ്ഞുണ്ടാക്കണ്ട. ആ കാലത്തുള്ള നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾ വന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ജൈനമത ക്ഷേത്രങ്ങളോ ബുദ്ധമത ക്ഷേത്രങ്ങളോ പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങൾ തന്നെ പള്ളിയാക്കാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തളിപ്പറമ്പ് ഭാഗത്തൊക്കെ ഒരു ക്ഷേത്രക്കുളത്തിൽ അറിയാതെ കുളിച്ച മുസ്ലിം പട്ടാളക്കാരെ കുറിച്ച് രാജാവ് അറിഞ്ഞപ്പോൾ ആ കുളം ഉൾപ്പെടെ അതിൻ്റെ സ്ഥലം ഉൾപ്പെടെ ആ മുസ്ലിം പള്ളിയാക്കി മാറ്റുകയാണ് രാജാവ് ചെയ്തത്. അങ്ങനെ അന്നൊരു സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു കാലമായിരുന്നു അന്നുണ്ടായിരുന്നു. ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തോന്നാം. പക്ഷേ കേരളത്തിലൊക്കെ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു മുൻകാല അനുഭവമുണ്ട്. ഇന്നും ഈ സ്നേഹത്തിന് കുറവൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഈ തല്ലും വഴക്കുകളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വലിയൊരു സൂഫി ഗുരുവുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുളം. ഈ കുളത്തിൽ ഇന്നിവിടെ ഒതുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒതുക്കാനുള്ള സൗകര്യങ്ങൾ മറ്റൊരു ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഈ കുളത്തിൽ വലിയ മീനുകളുണ്ട്. എന്തായാലും ഈ കുളത്തിലാണ് ടിപ്പു സുൽത്താൻ്റെ വാളിന് മൂർച്ച കൂട്ടിയ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇവിടെ നിന്ന് കണ്ട് സംസാരിച്ച ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഈ പള്ളിയുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം